ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ നേരെ വർക്കലയ്ക്ക് പോവാണ്. ശരിക്കും എന്താണ് വർക്കല തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ നമ്മളാരും വർക്കലയ്ക്ക് പോയിട്ടില്ല. നമ്മളാരും എന്ന് പറഞ്ഞാൽ ജാനിക്കുട്ടി ചെറുതാണ് എങ്കിലും ഞാനും വിഷേട്ടനും ഒന്നും വർക്കല എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എങ്കിൽ പിന്നെ നേരെ ആ വഴിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. വാഗമൺ, മൂന്നാർ, നോർത്ത് സൈഡിലോട്ടൊക്കെ അത്യാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ടും നമുക്ക് നേരെ വർക്കല പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങി ഏകദേശം ഉച്ച സമയത്താണ് നമുക്ക് അവിടെ ചെല്ലേണ്ടത്. പക്ഷേ നമ്മൾ നേരെ രാവിലെ ഇറങ്ങി ജസ്റ്റ് വഴിയിലൊക്കെ ഒന്ന് നിർത്തി പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, ഏകദേശം 1.5 hour ഉള്ള ഒരു യാത്ര മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം ചേട്ടൻ കൊണ്ടുകൊടുത്ത പാവയാണ് ജാനിക്കുട്ടിക്ക്. അത് എവിടെ പോയാലും താത്തു വെക്കലില്ല. അതുകൊണ്ട് ഇതും കൊണ്ടാണ് ഞങ്ങൾ വർക്കലയ്ക്ക് പോയത്. ഇറങ്ങിയ സമയത്ത് വലിയ മഴയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പോകുന്ന വഴിയിൽ മഴ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പേടിച്ചു. കാരണം ഇത്രയും ദിവസം മഴയില്ലാതിരുന്നിട്ട് നമ്മുടെ ട്രിപ്പ് തുടങ്ങി ഈ സമയം തന്നെ മഴ പെയ്തല്ലോ എന്ന്. ഇടയ്ക്കൊന്ന് പമ്പിലൊക്കെ കയറിയ സമയമായപ്പോഴേക്കും നല്ല തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും നമുക്ക് സമാധാനമായിട്ടുണ്ടായിരുന്നു. കാരണം മഴയുടെ ആ ഭയങ്കരമായിട്ടുള്ളതങ്ങ് നിന്നു. ചെറിയ ചാറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് ജാനിക്കുട്ടിക്ക് വിശക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്നാക്സൊക്കെ ആയിട്ടാണ് പോയത്. അതൊക്കെ ഇടയ്ക്ക് വഴിയിൽ വെച്ച് കഴിച്ചു. ട്രിവാൻഡ്രം സൈഡിലോട്ട് എത്തിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ടുള്ള വെയിലും ഇല്ല, എങ്കിൽ മഴയും ഇല്ല. അങ്ങനെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ജാനിക്കുട്ടി ആ സമയപ്പോഴത്തേക്ക് ഏകദേശം ഉറങ്ങാറായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ട്രിപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര എക്സൈറ്റഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ കാറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി ഓഫാണ്. അങ്ങനെ ഫൈനലി നമ്മൾ വർക്കല എത്തി. നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വലുതായിട്ട് കറങ്ങേണ്ട പ്രശ്നമൊന്നും വന്നില്ല. കൃത്യമായിട്ട് ഒരു വഴി പറഞ്ഞ് തന്നോട് നേരെ നമുക്കിങ്ങ് വന്നാൽ മതിയായിരുന്നു. കറക്റ്റ് ബീച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ള റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റിസോർട്ട് സീ വ്യൂ റിസോർട്ട് എന്നായിരുന്നു പേര് പോലെ തന്നെ കറക്റ്റ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ബീച്ചാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ റിസോർട്ടാണെങ്കിലും നല്ല അറ്റ്മോസ്ഫിയർ, നല്ല കസ്റ്റമർ സർവീസ്, അതുപോലെ എല്ലാം നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റൂമൊക്കെ വളരെ നീറ്റായിരുന്നു. നല്ല ബാത്റൂം, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഈ റിസോർട്ടിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത്, നമുക്ക് ബീച്ച് സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് നടക്കണ്ട. കുറച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ആ ക്ലിഫ് ഏരിയയും നമ്മുടെ ബീച്ചും എല്ലാം വളരെ അടുത്താണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി. അവിടെ അടുത്ത് അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാതെ വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് തിരിച്ചു പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും കാറെടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. തപ്പി നടന്ന് ഒരു കട കണ്ടുപിടിച്ചു. അങ്ങനെ ഫുഡിന് അത്യാവശ്യം എരിയുള്ളത് കൊണ്ട് ജാനിക്കുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവസാനം. എങ്കിലും അവൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും റൂമിൽ വന്ന് കയറുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ആ റിസോർട്ടിന് മുമ്പിൽ കൂടെ ജസ്റ്റ് ആ ബീച്ച് വ്യൂ ഒന്ന് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും അയ്യോ, ജാനിക്കും ഞങ്ങൾക്കും എല്ലാം ഭയങ്കര സന്തോഷമായി. കാരണം അത്രയ്ക്ക് രസമായിട്ട് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വ്യൂ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിന് മുകളിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും റൂമിൽ പോയി. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ജാനിക്കുട്ടിയെ ഉറക്കാനൊക്കെ നോക്കി, പക്ഷേ കാറിലിരുന്ന് ഒന്നും മയങ്ങിക്കൊണ്ട് അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് റെഡിയായി നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം ഒരു 4:30 ഒക്കെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബീച്ച് സൈഡിലോട്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും നൈറ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് വലുതായിട്ടൊരു റഷ് ആ സമയത്ത് നമ്മൾ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ബീച്ച് സൈഡിലോട്ട്. കുറച്ചേറെ അങ്ങ് താഴോട്ട് നടന്ന് പോകണം. നമ്മൾ ആദ്യം ഓപ്പോസിറ്റ് സൈഡിലോട്ട് കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ബീച്ച് കുറച്ച് താഴേക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അവളെയും കൊണ്ട് നേരെ ബീച്ച് സൈഡിലോട്ട് പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്കും ജാനിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവൾ ബീച്ച് അത്ര അടുത്ത് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ബീച്ചിലെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളെ ബീച്ചിലോട്ട് ഇറക്കത്തില്ല. കാരണം അവിടെ കയറ് കെട്ടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തിരമാല മേളിലോട്ട് കയറി വരുന്നത് കൊണ്ടായിരിക്കാം അവിടെ ഫുൾ കയറ് കെട്ടിയിരിക്കുകയാണ്. നമ്മളെ ആരെയും അങ്ങോട്ട് ഇറക്കത്തില്ല. ഓരോരുത്തർ ഇറങ്ങുമ്പോഴും ലൈഫ് ഗാർഡ് അവിടെ നിന്ന് വിസിലടിച്ച് ആൾക്കാരെ മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സൈഡിൽ കൂടെ ചെറുതായിട്ട് കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടും കുഞ്ഞായതുകൊണ്ടും നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോയില്ല. നമ്മൾ കരയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ കുറേ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും നിരത്തി വെച്ചേക്കുന്നത് കണ്ടിട്ട് സി ഡി മൂസയിലെ ബിന്ദു
മണിക്കൂറുടെ അവസ്ഥയായിരുന്നു ജാനിക്കുട്ടിക്ക്. അമ്മ അത് വേണം, അമ്മ ഇത് വേണം, ഞാൻ എന്തൊക്കെയാണ് എടുക്കുക എന്നുള്ള ലെവലിലായിരുന്നു. പിന്നെ അവളെ സമാധാനിപ്പിക്കാൻ നമ്മളൊരു പമ്പരമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ കളിച്ചു. ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ കൂടുതൽ ആൾക്കാരും നോർത്ത് ഇന്ത്യൻസും തമിഴൻസും ആയിരുന്നെന്ന് തോന്നുന്നു. ജാനിക്കുട്ടിക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അമ്മേ നമുക്ക് ഇറങ്ങാം, നമുക്ക് അവിടെ പോവാം എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കയറ് കെട്ടിയിരിക്കുകയായിരുന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോയില്ല. അതുകൊണ്ട് കരയിൽ തന്നെ ഇരുന്ന് കളിയായിരുന്നു. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കളിച്ചു. പിന്നെ അച്ഛനും അവിടെ കുറേ നേരമൊക്കെ ഓടിക്കളിച്ചു. അങ്ങനെ കുറേ നേരം ഇരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന സമയത്താണ് ദാണ്ട ഈ പരിപാടി കാണുന്നത് കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. പക്ഷേ പിന്നെ എനിക്ക് തോന്നി അത് ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് അവർ ബലിതർപ്പണം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ആൾ ആ ചിതാഭസ്മം കൊണ്ട് കടലോട്ട് ഇറങ്ങി പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബലൂണൊക്കെ പുള്ളിക്കാരി കിട്ടി. അതുകൊണ്ടുള്ള കളിയായിരുന്നു അച്ഛനും മോളും കൂടെ കുറേ നേരത്തേക്ക്. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവളെയും കൊണ്ട് നടന്ന് ഓരോന്നൊക്കെ കാണിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. കുറേ നേരം ഇരുന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ സൺസെറ്റൊക്കെ ആയപ്പോഴത്തേക്കും പതുക്കെ അവിടെ നിന്ന് മേപ്പോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് റൂമിൽ പോയി ഒന്ന് കൂടെ ഫ്രഷ് ആയിട്ട് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവളെയും കൊണ്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. ശരിക്കും ഈ സമയം ആയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ക്ലിഫ് ഏരിയയിലും ബീച്ച് സൈഡിലോട്ടൊക്കെ വരുന്ന ആൾക്കാരുടെ ആ ഒരു ഇത് കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിലോട്ട് പോകുന്ന സമയത്ത് നന്നായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ലൈഫ് ആണല്ലോ ഇവിടെ കൂടുതലും. അതുകൊണ്ടായിരിക്കാം ഈ സമയത്ത് നമ്മൾ പിന്നെ ഫ്രഷപ്പായിട്ടൊന്ന് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് റൂമിലേക്ക് പോണത്. റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ശരിക്കും ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഇവിടെ ഉണ്ട്. അത്യാവശ്യം റേറ്റുമാണ് ഇവിടെ. അതുകൊണ്ട് ഫോറിനേഴ്സ് വരുന്നതുകൊണ്ടാവാം എല്ലാ സാധനത്തിനും നല്ല റേറ്റാണ്. അതുകൊണ്ട് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ളതും കുഞ്ഞിനെയും കൊണ്ട് കയറാൻ പറ്റുന്നതുമായിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തപ്പി നമ്മൾ കുറേ ദൂരം നടന്നു. അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഫൈനലി ഓലപ്പുര എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടി. നല്ലതായിരുന്നു കേട്ടോ. ഫുഡും നല്ലതായിരുന്നു. എന്തോ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കേരളത്തിൽ വന്ന് നമ്മൾ കഴിക്കത്തില്ല, കേരളത്തിലെ ഫുഡ് നമ്മൾ കഴിക്കത്തില്ലേ, അതേ ഒരു എഫക്റ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ ക്ലിഫിൽ വന്നു. അവിടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ജാനിക്കുട്ടിയെ കളിപ്പിച്ച് നമ്മൾ നൈറ്റിൽ ആ ബീച്ചിൻ്റെ സൈഡിൽ വന്നിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ വന്നു. ഉറങ്ങി, ജാനിക്കുട്ടി ഉറക്കി, നമ്മൾ ഉറങ്ങി. പിറ്റേന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തെ വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടായിരുന്നു നമ്മുടെ റിസോർട്ടിൽ തന്നെ. അതുകൊണ്ട് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലത്തെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രിയിലുണ്ടായിരുന്ന ആ ഒരു റഷേ ഉണ്ടായിരുന്നില്ല. എല്ലാ കടകളും, എനിക്കൊന്നും ഏതോ 1-2 കടകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കടകളും റെസ്റ്റോറൻറ്റ്സും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ആൾക്കാർ വളരെ കുറവായിരുന്നു. അപ്പോൾ നൈറ്റ് ലൈഫ് ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് ജാനിക്കുട്ടി കൂടി ഉണ്ടായതുകൊണ്ട് അവൾക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊരി ബജിയാണ് പറഞ്ഞത്. പിന്നെ ഒരു കോഫിയും കുടിച്ചു. അത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഒരു അപ്സ്റ്റെയറിലാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് റിസോർട്ടിൻ്റെ. അവിടെ ഇരുന്ന് നമുക്ക് ആ ഒരു ആംബിയൻസിൽ ബീച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കാമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല രസമാണ്. ജാനിക്കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ഇച്ചിരി പ്രശ്ന കേസായിട്ടായിരുന്നു. കാരണം അവൾ ഇരുമിനി കടുംപിടുത്തൊക്കെ പിടിച്ചതുകൊണ്ട്. പക്ഷേ എങ്കിലും കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു പുറത്തുനിന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടതുണ്ടായിട്ടുണ്ട്. നമ്മൾ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി നമ്മൾ തിരിച്ച് പാക്കൊക്കെ ചെയ്ത് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അങ്ങനെ ഒരു 11:15 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റ ബൈ, സീ യു.